നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ആളൂർ ആനത്തടത്ത് 60-കാരിയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കൊടകരയിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് മഹാശോഭയാത്ര നടത്തി. ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാടുകുറ്റി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. സോഷ്യലിസ്റ്റ് നേതാവും കർഷകനുമായിരുന്ന MC ആഗസ്തി മൊറേലി 6ാമത് സ്മാരക അവാർഡ് വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. ആളൂർ ആനത്തടത്ത് 60-കാരിയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ആനത്തടം പുതുശ്ശേരി കുന്നപ്പള്ളി ബാബു എന്ന് വിളിക്കുന്ന 65 വയസ്സുള്ള ദേവസിയാണ് മരിച്ചത്. ഇയാളുടെ ഭാര്യ 60 വയസ്സുള്ള അൽഫോൺസിയെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7:45 സംഭവം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കൊമ്പൊടിഞ്ഞാമാക്കലിൽ താമസിച്ചിരുന്ന ദേവസി ഞായറാഴ്ച രാവിലെ ആനത്തടത്തെ വീട്ടിലെത്തി അൽഫോൺസിയെ ആക്രമിക്കുകയായിരുന്നു. മക്കൾ വിദേശത്തായതിനാൽ വീട്ടിൽ തനിച്ചു താമസിക്കുകയായിരുന്നു അൽഫോൺസ. രാവിലെ പള്ളിയിൽ പോയി തിരികെ വീട്ടിലെത്തിയ അൽഫോൺസിയെ വീട്ടുപരിസരത്തെ പതുങ്ങിയിരുന്ന ദേവസി വീടിനുള്ളിൽ കയറി ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കരച്ചിൽ കേട്ട് സമീപവാസികൾ എത്തിയപ്പോൾ ഇയാൾ മുറിക്കുള്ളിൽ കയറി വാതിൽ കുറ്റിയിട്ടു. പിന്നീട് ഇയാളെ ബെഡ്ഷീറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പരിക്കേറ്റ അൽഫോൺസ ചാലക്കുടിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കൊടകരയിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് മഹാശോഭയാത്ര നടത്തി. കൊടകര ഗാന്ധിനഗറിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര ടൗൺ ചുറ്റി പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിൽ സമാപിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ശ്രീകൃഷ്ണ രാധാവേഷധാരികളും നിശ്ചല ദൃശ്യങ്ങളും ശോഭയാത്രയ്ക്ക് മാറ്റുകൂട്ടി. മുൻ ശബരിമല മേൽശാന്തി അഴകത്ത് മനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഷാജുമോൻ വട്ടേക്കാട്, TC സേതുമാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടി. വേലുപ്പാടം കിണർദേശത്ത് പുൽക്കിരിപ്പറമ്പിൽ വീട്ടിൽ 45 വയസ്സുള്ള ഷിനോജ് എന്നയാളെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബർ 12 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. രാത്രി 9:30 ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായി ഷിനോജിൻ്റെ വീട്ടിലേക്ക് പോയ വേലുപ്പാടം സ്വദേശിയായ വലിയപറമ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള മൻസൂർ എന്നയാളെ വീടിന് മുന്നിൽ വെച്ച് തടഞ്ഞു നിർത്തി അടുക്കളയിൽ നിന്ന് എടുത്ത കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി ഗുരുതര പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് ഷിനോജിനെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഷിനോജ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2020 വർഷത്തിൽ ഒരു വ്യാജമദ്യ കേസടക്കം 2 ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് KN, സബ് ഇൻസ്പെക്ടർമാരായ പോൾസൺ, സുനിൽകുമാർ, അലി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, സജീവൻ, രാകേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രണയം നടിച്ച് യുവതിയെ വശീകരിച്ച് വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിന് യുവാവ് പിടിയിൽ. SN പുരം കരിനാട്ട് വീട്ടിൽ 30 വയസ്സുള്ള ശ്രീജിത്തിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി MK, ASI പ്രജീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷനിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ ദിവ്യ, വിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ധനികനോടൊപ്പം സഞ്ചരിക്കുവാനും ആഘോഷങ്ങളിലെ പ്രമാണിയാകുവാനും ആർക്കും കഴിയുമെങ്കിലും പ്രകൃതിയോടൊപ്പം സമരസപ്പെട്ട് സാധാരണക്കാരൻ്റെ ശബ്ദമാകുവാനാണ് ക്ലേശകരമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. സോഷ്യലിസ്റ്റ് നേതാവും കർഷകനുമായിരുന്ന MC ആഗസ്തി മൊറേലി
6ാമത് സ്മാരക അവാർഡ് ജയരാജ് വാര്യർക്ക് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാര കേന്ദ്രങ്ങളിൽ ഭരണാധിപന്മാരാകുവാൻ എളുപ്പമാണ്. പക്ഷേ സാധാരണക്കാർക്കും കർഷകർക്കും വേണ്ടി സമരങ്ങൾക്ക് നേതൃത്വം നൽകുക ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. ആഗസ്തി മൊറേലി കർഷകൻ്റെ ഉറച്ച ശബ്ദമായിരുന്ന പൊതുപ്രവർത്തകനും സാധാരണക്കാരുടെ കൂടെ നിന്ന മനുഷ്യസ്നേഹിയുമായിരുന്നു. അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. അനുസ്മരണ സമിതി ചെയർമാൻ പോൾ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു ബാലപ്പൻ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, RJD ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി, ലോ കോളേജ് ഡയറക്ടർ PJ മാത്യു, CPM നേതാവ് KS അശോകൻ, കോൺഗ്രസ് നേതാവ് VO പൈലപ്പൻ, SP രവി, RJD നേതാവ് ജോർജ് V ഐനിക്കൽ, ഡോക്ടർ CC ബാബു, ഷാജു പുതൂർ, ആനി ജോയ്, KC വർഗീസ്, അജി ഫ്രാൻസിസ്, ജോർജ് K തോമസ്, കാവ്യ പ്രദീപ്, വിൻസെന്റ് പുത്തൂർ, NC ബോബൻ, CA തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തല ഉയർത്തി നിൽക്കുകയാണ്. എൻ്റെ അടിത്തറ ആ ജ്വലനമാണ്. എവിടെ മാനവികത വളരുന്നുവോ അവിടെ ആ സമൂഹം വളരും. മാനവികതയുടെ വളർച്ചയാണ് വികസനം, വളർച്ച. സാമ്പത്തികമായ വളർച്ചയും ഭൗതിക സാഹചര്യങ്ങൾ വളർച്ചയും എത്രയുണ്ടെങ്കിലും മാനവികത തളർന്നുപോയാൽ അത് വികസനമാണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മാനവികതയുടെ ജ്വലനമാണ് യഥാർത്ഥത്തിൽ എല്ലാ നേട്ടങ്ങളുടെയും അടിത്തറ. ആ ജ്വലനത്തിനു വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയെ നമ്മൾ ഓർക്കുമ്പോൾ ഇന്ന് പണ്ട് മാനവികത ജ്വലിച്ച പോലെ അതിലധിഷ്ഠിതമായൊരു സംസ്കാരം ജ്വലിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ജീവിതത്തിൽ എനിക്ക് നാണം എന്നൊരു വികാരം ഇല്ലാത്ത ഒരാളാണ്. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്നെപ്പറ്റി കൂടുതൽ പറയുമ്പോൾ ഏതൊരു മനുഷ്യനുണ്ടാകുന്നൊരു വികാരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടായിരിക്കണം. പലപ്പോഴും പലരും നമ്മളെപ്പറ്റി മറ്റുള്ളവർ നല്ല വാചകങ്ങൾ പറയുന്നത് കേൾക്കാൻ ഇരിക്കുന്ന മനോഭാവമുള്ളവരാണെങ്കിൽ ഞാൻ നേരെ തിരിച്ചാണ്. എൻ്റെ കുറവുകൾ പറഞ്ഞു തരുന്നവരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. തൃശ്ശൂരിലെ റോഡ് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തൃശ്ശൂർ മാന്നാമംഗലം റോഡ് നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി സ്ഥലം സന്ദർശിക്കവെയാണ് മന്ത്രി ഈ നിർദ്ദേശം നൽകിയത്. 5 കോടി ചെലവിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന തൃശ്ശൂർ മാന്നാമംഗലം റോഡിൻ്റെ ഡ്രെയിൻ പ്രവൃത്തി പൂർത്തിയായെന്നും ബിറ്റുമിൻ മക്കാടം സർഫസിംഗ് ജോലികൾ ആരംഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. റോഡ് പ്രവൃത്തികൾ യാതൊരു കാരണവശാലും വൈകിക്കരുതെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും കർശന നിർദ്ദേശം നൽകി. ജില്ലയിലെ എല്ലാ സബ് റോഡുകളും ഗതാഗതയോഗ്യമാക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മഴ കാരണം ചിലയിടങ്ങളിൽ പ്രവൃത്തി പൂർണ്ണമായിരുന്നില്ല. മഴയ്ക്ക് ശേഷം നിർമ്മാണ പ്രവൃത്തികൾ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുന്നതിനാണ് മന്ത്രി നേരിട്ടെത്തിയത്. തൃശ്ശൂർ ജില്ലയിലെ പ്രധാന റോഡുകളെല്ലാം ഗതാഗതയോഗ്യമാക്കണമെന്ന് മന്ത്രി ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. വിമുക്തി മിഷനും സന്നദ്ധ സംഘടനയായ ഡ്രീം പദ്ധതിയും സംയുക്തമായി വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററിൽ 21 ദിവസത്തെ ചികിത്സ തേടിയവരുടെ കുടുംബസംഗമം നടത്തി. റിലാപ്സ് ആവാതെ 1 വർഷം പൂർത്തീകരിച്ചവർക്കും കുടുംബാംഗങ്ങൾക്കുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇവർക്ക് പുരസ്കാരങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ചടങ്ങിൻ്റെ ഉദ്ഘാടനം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മിഷൻ ജില്ലാ മാനേജറുമായ AR നിഗീഷ് നിർവഹിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ അധ്യക്ഷത വഹിച്ചു. വിമുക്തി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സിസ്റ്റർ MJ ബീന റിലാപ്സ് തടയാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഡ്രീം പദ്ധതി ജില്ലാ കോർഡിനേറ്റർ അനീഷ, ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK രാജു, സൈക്യാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ KP അയന, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ചികിത്സ പൂർത്തിയാക്കിയവരുടെ അനുഭവ വിവരണവും വിമുക്തി ജീവനക്കാരുടെ കലാപരിപാടികളും അരങ്ങേറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാടുകുറ്റി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ഓണാഘോഷവും കുടുംബസംഗമവും കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PL ജോസ് അധ്യക്ഷത വഹിച്ചു. മാവേലിയുടെ വേഷമണിഞ്ഞെത്തിയ NK ബാലൻ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഓണപ്പലഹാരങ്ങൾ വിതരണം ചെയ്തു. ഈ വർഷം പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കേര കർഷകനായി തിരഞ്ഞെടുത്ത യൂണിറ്റ് രക്ഷാധികാരി കൂടിയായ CL കുര്യാക്കോസ് മാസ്റ്ററെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാഖി സുരേഷ് എന്നിവർ സന്നിഹിതരായി.
യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം തുളസി, ബ്ലോക്ക് പ്രസിഡന്റ് MP ജോർജ്, യൂണിറ്റ് സെക്രട്ടറി ആന്റണി അവരേഷ്, ട്രഷറർ TN സുരേഷ്, ജനറൽ കൺവീനർ ES സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. പൂക്കളമൊരുക്കൽ, ആദരവ്, കലാപരിപാടികൾ, ഓണസദ്യ എന്നിവയും ഉണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെള്ളം ചാരുതയായി സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളൂർ ആനത്തടത്ത് 60-കാരിയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കൊടകരയിൽ വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് മഹാശോഭയാത്ര നടത്തി. ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാടുകുറ്റി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. സോഷ്യലിസ്റ്റ് നേതാവും കർഷകനുമായിരുന്ന MC ആഗസ്തി മൊറോലി 6ാമത് സ്മാരക അവാർഡ് വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.